കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം പേരും പ്രശസ്തിയും ആർജിച്ച നാട്. മത്സ്യകന്യക നീണ്ടു നിവർന്നു കിടക്കുന്ന ശംഖുമുഖം ബീച്ച്, വിദേശത്ത് പറക്കാൻ അന്താരാഷ്ട്ര വിമാനത്താവളം, പ്രശസ്തമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, മറ്റു പള്ളികൾ, ആരാധനാലയങ്ങൾ, കാഴ്ച ബംഗ്ലാവ്, കവടിയാർ കൊട്ടാരം, അങ്ങനെയെല്ലാം തലയുയർത്തി നിൽക്കുന്ന നാടാണ് തിരുവനന്തപുരം. വിദേശികളും സ്വദേശികളും എല്ലാം ഒത്തുചേരുന്ന ചേരിയും, കൊട്ടേഷൻ ഗുണ്ടുകൾ, കൂലിവേലക്കാർ, ജോലിക്കാർ, അങ്ങനെ എല്ലാവരും തിങ്ങി നിറഞ്ഞ സ്ഥലം. ആ ചേരിയിലെ കോളനിയിൽ സ്ഥിരതാമസക്കാരാണ് സീതാലക്ഷ്മി, മകൾ ദിവ്യയും. പോണ്ടിച്ചേരിയിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണിവർ. കനകമായ എന്ന പേരുള്ള സ്ത്രീയുടെ വീട്ടിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത്. ഭർത്താവിനെ ആരൊക്കെയോ ചേർന്ന് കൊന്നതാണ്. അതുകൊണ്ടാണ് സീതാലക്ഷ്മി പോണ്ടിച്ചേരിയിൽ നിന്ന് നാടുവിട്ട് ഇവിടെ എത്തിയത്. മകളെങ്കിലും ജീവനോടെ കണ്ടുകൊണ്ട് ജീവിക്കാമല്ലോ എന്ന് സീതാലക്ഷ്മി കരുതി. ഇവിടെ വന്ന് സിറ്റിയിൽ പല വീടുകളിൽ ജോലി ചെയ്തു. 10ാം ക്ലാസ് വരെ മകളെ പഠിപ്പിച്ചു. കാണാനും സുന്ദരി, നല്ല ഒതുക്കമുള്ള പെൺകുട്ടിയായിരുന്നു ദിവ്യ. സീതാലക്ഷ്മി തന്റെ കഥകൾ ആരോടും പറഞ്ഞിട്ടില്ല. ദിവ്യയുടെ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാൽ മരണപ്പെട്ടു എന്ന ഒറ്റ വാക്കിൽ മറുപടി പറയും. സീതാലക്ഷ്മിക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ വരും. ഇപ്പോൾ തീരെ വയ്യ. മകളെ നല്ല നിലയിൽ പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ തന്റെ വയ്യായി കാരണം അവളെ പഠിപ്പിക്കാനും കഴിയുന്നില്ല. സങ്കടത്തിലും നിരാശയിലുമാണ് സീത. അമ്മ ഇനി ജോലിക്ക് പോകണ്ട, ഞാൻ പോവാം. അമ്മ ഈ ശ്വാസം മുട്ടലുകൊണ്ട് എത്ര നാൾ എനിക്ക് ആഹാരം തരും? ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോവാം. മനസ്സിലാ മനസ്സോടെ സീത സമ്മതം മൂളി. സീത ജോലി ചെയ്തിരുന്ന വീടുകളിൽ ദിവ്യ പോവാൻ തുടങ്ങി. പല വീട്ടിലെ കൊച്ചമ്മമാർക്ക് അവളെ പേടിയായിരുന്നു. കാരണം പൊട്ടിയാൽ തെറിക്കുന്ന പ്രായം. ഈ വർഗത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. പലരും അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവൾ പത്രത്തിലൊരു പരസ്യം കണ്ടത്. വൃദ്ധയായ സ്ത്രീയെ പരിചരിക്കാൻ ആള് വേണം, ആകർഷകമായ ശമ്പളം. എന്നു വരട്ടെ, അമ്മയെ നോക്കേണ്ട കടമ എനിക്കുണ്ട്. ശ്വാസം മുട്ടുകാരൻ അമ്മ ഉറങ്ങിയിട്ട് തന്നെ മാസങ്ങളും ദിവസങ്ങളുമായി. നല്ലൊരു ഡോക്ടറെ കാണിക്കണമെങ്കിൽ പൈസ വേണം. അപ്പോൾ ഞാൻ ജോലിക്ക് ഇറങ്ങിയേ പറ്റൂ. വീട്ടുവാടക കൊടുക്കണം, ആഹാരത്തിന് പൈസ വേണം. അമ്മയെ പട്ടിണിയിടാൻ കഴിയില്ല. അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും കഷ്ടപ്പാടില്ലായിരുന്നു. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. പോണ്ടിച്ചേരിയിൽ നിന്ന് എന്തിനാണ് അമ്മ എന്നെയും കൂട്ടി ഈ നാട്ടിലേക്ക് വന്നതെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരിക്കൽ ആരോടോ പറയുന്നു കേട്ടു, അച്ഛനെ കൊന്നതാണെന്ന്. അച്ഛൻ ഡ്രൈവറായിരുന്നു. അമ്മയെയും എന്നെയും പൊന്നുപോലെ നോക്കിയിരുന്നു. ഈ നാട്ടിൽ വന്ന് പാവമ്മ എന്ത് കഷ്ടപ്പെട്ടു. കനകമേയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പത്രത്തിലെ പരസ്യത്തിൽ വിളിച്ചു നോക്കാം, അവരെന്തായാലും ജോലി തരും. അമ്മയോട് അവൾ സങ്കടത്തോടെ പറഞ്ഞു. അമ്മ ജോലി ചെയ്ത വീടുകളിൽ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ ജോലിക്കെടുത്താൻ അവർക്ക് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞു. വേണ്ട മോളെ, അമ്മക്ക് വയ്യെങ്കിൽ എവിടെയെങ്കിലും പോയി മോൾക്ക് ഒരു നേരം ഭക്ഷണം അമ്മ തരാം. മോളുടെ പ്രായം ശരിയല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല മോളെ. സാരില്ലമ്മേ, ഏതെങ്കിലും കടയിൽ ഞാൻ ജോലിക്കുന്നോളാം. അവളുടെ ഭാഗ്യത്തിന് പത്രത്തിൽ കണ്ട പരസ്യത്തിൽ അവൾക്ക് ജോലി കിട്ടി. പിറ്റേന്ന് മുതൽ അവൾ ജോലിക്ക് പോകാൻ തുടങ്ങി. അവളുടെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനും ആഹാരം കൊടുക്കാനും ആ പൈസ മതിയായിരുന്നു. പക്ഷേ കോളനിയിലെ ജനങ്ങൾ അവൾ വെറുതെ വിട്ടില്ല. ജോലിസ്ഥലം വീട്ടിൽ നിന്ന് കുറച്ച് അകലെയായതുകൊണ്ട് അവളെ നിന്നും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. സിറ്റിയിലെ ഏതോ ഹോട്ടലിലാണ് അവൾ ജോലി ചെയ്യുന്നതെന്നും അവൾ വേശ്യാവൃത്തിയാണ് ചെയ്യുന്നതെന്നും ആരോ കോളനിയിൽ പാട്ടാക്കി. സുഖമില്ലാതിരിക്കുന്ന അവളുടെ അമ്മയ്ക്ക് ചെറിയ തോതിൽ ഭേദമായി തുടങ്ങിയിരുന്നു. തൻ്റെ മകൾ വഴിവഴിച്ചാണ് തന്നെ നോക്കുന്നതെന്ന് അവർ ചിന്തിച്ച് കരഞ്ഞു. സർവ്വദൈവങ്ങളെയും വിളിച്ചവർ പ്രാർത്ഥിച്ചു, ഹരിതാത്വമൊന്നും കേൾക്കരുതേ എന്ന്. ഓരോ ദിവസവും പല കഥകൾ അവരുടെ ചെവിയിലെത്തി. പക്ഷേ ഇതൊന്നും ദിവ്യ അറിഞ്ഞതേയില്ല. ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന മകളെ വരവേറ്റത് അമ്മയുടെ കയ്യിലെ ചൂട് അറിയിച്ചുകൊണ്ടായിരുന്നു. തലങ്ങും വിലങ്ങും അവൾ അമ്മ അടിച്ചു. അമ്മ എന്തിനെങ്കിലും തല്ലുന്ന്? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? അവൾ ഇടയിൽ കയറി ചോദിച്ചു. നീ നിന്റെ ശരീരം പലർക്കും വിറ്റാണ് എന്നെ നോക്കുന്നത്. സ്വന്തം മകളോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അവൾ നെഞ്ചുപൊട്ടി കരഞ്ഞോണ്ട് പറഞ്ഞു. അമ്മേ, ഈ മകളെക്കുറിച്ച് അമ്മ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. അമ്മയുടെ മകൾ പിഴച്ചിട്ടില്ല. ഒരു പുരുഷന്റെ മുമ്പിൽ ഞാൻ എൻ്റെ വസ്ത്രം അഴിച്ചിട്ടുമില്ല. അമ്മയെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടുകാർ കോടീശ്വരന്മാരാ. ഞാൻ പത്രത്തിൽ പരസ്യം കണ്ട് പോയതാ. അവർ തരുന്ന ശമ്പളം കൊണ്ടാണ് ഇന്ന് നമ്മൾ കഴിയുന്നത്. ജോലിക്കാരിയെ പോലെയല്ല, അവരുടെ സ്വന്തം മകളെ പോലെയാ അവരെന്നോട് പെരുമാറുന്നത്. ശരി, എങ്കിൽ നാളെ ഞാനും നിനക്കൊപ്പം വരാം. പ്രഭാതത്തിൽ ദിവ്യക്കൊപ്പം അമ്മയും പുറപ്പെട്ടു. അമ്മയും മോളും ഒന്നിച്ചു പോകുന്ന പലരും കണ്ടു. പലരുടെയും നാവിന് തുമ്പിൽ അരുതാത്തവും പറയാൻ തുടങ്ങി. ഇപ്പോൾ അമ്മയും മോളും കൂടിയാണോ പോകുന്നതെന്ന്. ദിവ്യ ജോലി ചെയ്യുന്ന വീട്ടിലെത്തി. വാതിൽ തുറന്ന് നല്ല ഐശ്വര്യമുള്ളൊരു സ്ത്രീയായിരുന്നു. ആ മുഖം എവിടെയോ കണ്ട് പരിചയമുള്ളതായി സീതയ്ക്ക് തോന്നി. ദിവ്യയുടെ അമ്മയാണല്ലേ? അമ്മയുടെ അതേ ചായയാണ് ദിവ്യക്ക്. ഞാൻ ശ്രീദേവി, ഇവിടുത്തെ അമ്മയെ നോക്കുന്ന ദിവ്യയാണ്. കയറി വരൂ. ദിവ്യയുടെ അമ്മയ്ക്ക് നല്ല സ്വീകരണമായിരുന്നു കിട്ടിയത്. ദിവ്യ അവർ ജോലിക്കാരിയായി കാണുന്നില്ല, സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്. ഇവൾക്ക് ഇവിടെ എന്താണ് ജോലി? അമ്മയുടെ ഹൃദയം വല്ലാതെ മിടിച്ചു. അമ്മയുടെ കൈ പിടിച്ച് അവളൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡോറ് തുറന്ന് കിടക്കുന്ന ആളെ കണ്ട് സീതാലക്ഷ്മി ഞെട്ടിപ്പോയി. ഒരു 55 വയസ്സുള്ള സ്ത്രീ രൂപം. ആരും അറപ്പോടെയും വെറുപ്പോടെയും നോക്കുകയും ചെയ്യുന്നൊരു രോഗി. ദയനീയമായ ആ സ്ത്രീ രൂപം സീതാലക്ഷ്മിയെ നോക്കി. എൻ്റെ മോളൊരു കുഷ്ഠരോഗിയാണോ പരിചരിക്കുന്നത്? അവൾ ഇതുവരെ ഈ കാര്യം മറച്ചു വെച്ച് എന്തിനാ?
എൻ്റെ കുട്ടിയെ നാട്ടുകാർ ഏതെല്ലാം തരത്തിൽ ആക്ഷേപിക്കുന്നു. അവരുടെ വാക്ക് കേട്ട് ഞാൻ പൊന്നുമോൾ ഒരുപാട് അടിച്ചു. മകളെ കെട്ടിപ്പിടിച്ച അമ്മ നെറുകയിൽ ഉമ്മ കൊടുക്കുകയും കരയുകയും ചെയ്തു. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ശ്രീദേവിയും കരഞ്ഞുപോയി. നിങ്ങൾ ഭാഗ്യവതിയാ, ഇതുപോലൊരു മകളെ പ്രസവിച്ചുകൊണ്ട്. ഇങ്ങനെയൊരു മോൾ എനിക്ക് ഇല്ലാതെ പോയി. എനിക്കുള്ളതൊരു ആൺതരിയാ. അവൻ അങ്ങ് കാനഡയിലാണ്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയായത്. കുറേ നാൾ അമ്മ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. അന്ന് ഹോം നേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചാൾ മകനോടൊപ്പമായിരുന്നു. അമ്മയോടൊപ്പം താമസിക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമായതുകൊണ്ടാണ് അമ്മയെ വീട്ടിലാക്കിയത്. ഹോം നേഴ്സിൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ അവൾ വരാതെയായി. വീട്ടു ജോലി അമ്മയെ നോക്കൽ എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എനിക്കും സുഖമില്ലാത്ത. അതുകൊണ്ടാണ് പത്രത്തിൽ പരസ്യം കൊടുത്ത്. ദിവ്യമോളാണ് ഇപ്പോൾ ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത്. നാളെ കാനഡയിൽ നിന്ന് മോൻ വരുന്നുണ്ട്. സീതാലക്ഷ്മിയുടെ നാട് എവിടെയാ? പോണ്ടിച്ചേരി. ദിവ്യയുടെ അച്ഛൻ എവിടെയാ? അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പോണ്ടിച്ചേരിയിൽ എവിടെയാ സീതാലക്ഷ്മിയുടെ നാട്? എൻ്റെ ഭർത്താവിൻ്റെ നാടും പോണ്ടിച്ചേരിയിലാ. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്താ. പെരിയ കൗണ്ടറുടെ വീടിനടുത്താണോ? പെരിയ കൗണ്ടറിൻ്റെ മകളാണ് ഞാൻ. ഭഗവാനെ, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? സീതാലക്ഷ്മി? സീതയ്ക്ക് കിടക്കുന്ന ആരാണെന്ന് മനസ്സിലായില്ലേ? ഇല്ല, നിന്റെ അമ്മൂമ്മയുടെ അനിയത്തിയ. ദിവ്യയെ കാണുമ്പോൾ എന്തോ ഒരു അടുപ്പം എനിക്ക് തോന്നിയിരുന്നു. നിനക്ക് എന്താണ് സംഭവിച്ചത്? അമ്മയ്ക്ക് അസുഖം വന്നതിന് ശേഷം ബന്ധുബലം കുറഞ്ഞു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതായി. നീ എന്നെയും കണ്ടിട്ടില്ല, ഞാൻ നിന്നെയും കണ്ടിട്ടില്ല. കുറച്ചാൾ മുമ്പ് വിചാരിച്ചതായിരുന്നു പോണ്ടിച്ചേരി പോണെന്ന്. പിന്നീട് വിചാരിച്ചു ഞങ്ങൾ വേണ്ടാത്തവരെ ഞങ്ങൾക്കും വേണ്ട. നിനക്ക് എന്താ സംഭവിച്ചത് സീത? ഞാൻ വീട്ടിലെ ഡ്രൈവർക്കൊപ്പം ഒളിച്ചോടി വന്നു. പോണ്ടിച്ചേരിയിലൊരു ഗ്രാമത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. മോള് ജനിച്ചതിന് ശേഷം അദ്ദേഹം സിറ്റിയിൽ വണ്ടി ഓടിക്കാൻ പോയതാ. അച്ഛൻ്റെ ആൾക്കാർ അദ്ദേഹത്തെ കൊന്നു. എന്തായാലും തമ്മിൽ കണ്ടുമുട്ടാൻ വിധിയായല്ലോ. അവൾക്ക് അർഹതപ്പെട്ട ആൾ തന്നെയാണ് അവൾ ഇതുവരെ നോക്കിയത്. അദ്ദേഹം മരിച്ചതിന് ശേഷം ഞാനും അമ്മയും മോനും ഒറ്റയ്ക്കാ. സീതയും ദിവ്യയും പോവേണ്ട, 2 ദിവസം കൂടി നിൽക്കൂ. ഇല്ല ചേച്ചി, ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. കോളനിക്കാർ മോളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് സത്യാവസ്ഥ അറിയാമെന്നാ ഞാൻ. മോൻ നാളെ വരും. മോനെ കണ്ടിട്ട് പോവാം. ഇനി ഒരിക്കലാകാൻ ചേച്ചി. ഒരുപാട് സന്തോഷം. ഒരു കൂടപ്പിറപ്പിനെ കിട്ടിയതുപോലെയായി. ഒരുപാട് അനുഭവിച്ചു ചേച്ചി. നാട്ടിൽ കയറിയ കൊല്ലുമെന്നുള്ള പേടികൊണ്ടാണ് മോളെയും കൊണ്ട് നാട് വിട്ടത്. ശ്രീദേവി ദിവ്യയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. ബന്ധം വരുമ്പോൾ ഞാൻ മോളുടെ അമ്മാവിൻ്റെ ഭാര്യയാണ്. എന്നെ ഇനി അമ്മായി എന്ന് വിളിച്ചാൽ മതി. ദിവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. അങ്ങനെ സീതാലക്ഷ്മി മോൾ തിരിച്ച് വീട്ടിലെത്തി. അയൽക്കാർ പലരും വന്ന് ഓരോന്ന് സീതയോട് ചോദിച്ചു. നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങൾ പറയും പോലെ എൻ്റെ മകൾ മാനം വിറ്റല്ലേ ജീവിക്കുന്നു. അവൾ അവളുടെ രക്തബന്ധത്തിൽപ്പെട്ട ഒരു അമ്മയെ നോക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് സംശയമാണെങ്കിൽ വീടിൻ്റെ അഡ്രസ്സ് ഞാൻ തരാം. നിങ്ങൾ പോയി നോക്കിക്കോളൂ. തൽക്കാലം അവർ നാട്ടുകാരുടെ വാടപ്പിച്ചു. പിറ്റേന്ന് ദിവ്യ ജോലിക്ക് ചെന്നപ്പോൾ അവളെയും കാത്തിരുന്ന് സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അമ്മയും മകനും തമ്മിലുള്ള സംസാരം കേട്ടുകൊണ്ടാണ് ദിവ്യ കടന്നു ചെല്ലുന്നത്. മോള് വന്നോ? ഞാൻ വിചാരിച്ചു ഇനി വരില്ലെന്ന്. ഒരുപക്ഷെ അമ്മ വിലക്കിയാലോ, സ്വന്തക്കാരുടെ വീട്ടിൽ പോവേണ്ടെന്ന് പറഞ്ഞ്. ഏയ്, അമ്മയൊന്നും പറഞ്ഞില്ല ചേച്ചി. അമ്മായി എന്ന് വിളിക്കും മോളെ. ഇതാണ് എൻ്റെ മകൻ കൃഷ്ണദാസ്. മോനെ, ഇതാണ് അമ്മാമ്മയെ നോക്കുന്ന ദിവ്യ. പക്ഷേ ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ സ്വന്തക്കാരിയെ ഇവള്. കൃഷ്ണദാസിന് ഒറ്റ നോട്ടിൽ തന്നെ ദിവ്യ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഗ്രാമീണ സൗന്ദര്യം, മുഖശ്രീയാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യ. നല്ല ഐശ്വര്യം നിറഞ്ഞ മുഖം. എൻ്റെ മനസ്സിലെ പെൺകുട്ടി ഇതുപോലെ ആയിരിക്കണമെന്ന് പലകുറി ആലോചിച്ചിട്ടുണ്ട്. ഇവളെ സ്വന്തമാക്കിയാലോ? അവൻ മനസ്സിൽ കണക്ക് കൂട്ടി. കൃഷ്ണ, നീ എന്താ ചിന്തിക്കുന്നത്? ഏയ്, ഗ്രാമീണ സൗന്ദര്യം കണ്ട് ആസ്വദിക്കായിരുന്നു ഞാൻ. അങ്ങനെ കൃഷ്ണന്റെ മനസ്സിൽ ദിവ്യ കടന്നുകൂടി. അവൻ ഒട്ടും തന്നെ മടികൂടാതെ അമ്മയോട് പറഞ്ഞു. അമ്മേ, ഇവളെ ഞാൻ കല്യാണം കഴിച്ചാലോ? എന്താ അമ്മയുടെ അഭിപ്രായം? പലയിടത്തും പോയി പെണ്ണ് കാണുന്നത് എന്തിനാണ് അമ്മേ? നമ്മുടെ മുന്നിൽ പൊന്നുകൂടെ ഉള്ളപ്പോൾ തിരക്കി നടക്കേണ്ട ആവശ്യമില്ലല്ലോ. മോനെ, എനിക്ക് ഒരുപാട് സന്തോഷമായിടാ. എനിക്ക് 100 വട്ടം സമ്മതം. ഇനി ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല അമ്മേ. സ്വത്തും മുതലും പണമൊന്നുമില്ല വേണ്ടത്. നല്ല മനസ്സും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഹൃദയവും വേണം. അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ആവശ്യം. മോനെ, പണത്തിന്റെ പിന്നാലെയും സൗന്ദര്യം നോക്കിപ്പോയാലും സമാധാനം പോവും. ഇത് നമ്മുടെ സ്വന്തം കുട്ടിയാ. അവൾ അമ്മയെ രക്ഷപ്പെടും. എങ്ങനെ കഴിയേണ്ട കുടുംബം. ദിവ്യയുടെ അമ്മയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എല്ലാം വളരെ പെട്ടെന്ന് തീരുമാനിച്ചു. കല്യാണത്തിന് കോളനിക്കാരെല്ലാവരെയും വിളിച്ച് അവർക്ക് സദ്യ ഒരുക്കി കൊടുത്തു. ദിവ്യയുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. പല ബന്ധുക്കളെ ആ കല്യാണത്തിൽ കാണാൻ കഴിഞ്ഞു. ദിവ്യയും കൃഷ്ണദാസും വിവാഹശേഷം കാനഡയിലേക്ക് പോയി. അതുകൊണ്ട് ദിവ്യയുടെ അമ്മയും കൃഷ്ണന്റെ അമ്മയോടൊപ്പം താമസമാക്കി. സീത സന്തോഷത്തോടെ അവരെ പരിചരിച്ചു. അർപ്പും വെറുപ്പും തോന്നിക്കുന്ന രോഗമാണെങ്കിലും പരിചരിക്കാനോ സ്നേഹം കൊടുക്കാനോ ഒരാളുണ്ടെങ്കിൽ ഏത് രോഗികളും സുഖപ്പെടും.